അങ്ങനെയല്ല പറയണത്. അമ്മ ഞാൻ അഭിനയിക്കുന്ന എല്ലാ പടങ്ങളും കാണും. അമ്മ അതിന് ഓരോ അഭിപ്രായങ്ങൾ പറയും. അമ്മ മമ്മൂട്ടിയുടെ പടങ്ങൾ കാണത്തില്ല, ചില പടം സുഹൃത്തൊന്നും കാണത്തില്ല. പിന്നെ ലാലേട്ടൻ അല്ല, ലുക്ക് ഉണ്ട്. അനുഗ്രഹമുള്ളതുകൊണ്ടാണ് കിട്ടിയത്. ദുൽഖർ സൽമാനും മമ്മൂക്കയുടെ ശബ്ദമോ ആ ലുക്കോ അതെല്ലാം സൗന്ദര്യം കിട്ടിയിട്ടില്ലല്ലോ. മറുനാളിന്റെ ചാനലല്ലേ, ഷാഹിന്റെ സുഖമാണോ ഒരു അന്വേഷണം പറയണേ. ഈയിടെയായിട്ട് അമ്മയുടെ ന്യൂസുകളൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. എവിടുന്ന് കിട്ടുന്ന സോഴ്സ് ഒക്കെ ഒന്ന് ഉൾപ്പെടുത്തുന്ന പറയണേ. വില്ലനാണോ നായകനാണോ അങ്ങനെ ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പോകട്ടെ. ഹലോ, ഇത് പിന്നെ കുടുംബല ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? ഇതിന്റെ പിന്നെ സാധനം ചെന്നാണോ? മമ്മൂക്കയ്ക്ക് ബുദ്ധി കിട്ടി, ഡിക്യുവിന് ബുദ്ധി കിട്ടി, ഒരു ബുദ്ധി കിട്ടിയില്ല. അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് ആരുടെ ചായ കാച്ചിന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതായത് ഒരുപാട് എളിമ വേണ്ട, കാര്യം കൈവിട്ട് പോയപ്പോ കിടന്ന് പതറുന്നാന്ന് മനസ്സിലായി. എനിക്ക് ബുദ്ധിയില്ലെന്നുള്ള സത്യം തുറന്നു പറഞ്ഞാൽ പടങ്ങരുത്. ഈ 45-ാമത്തെ വയസ്സിൽ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന അറിയോ? അറിയില്ല. ഓ ഉണ്ടോ? ആരും ഉണ്ടോ? ഞങ്ങൾ ഒറ്റ കേട്ടാ നിങ്ങളെ പോലുള്ളവരുടെ കല ഉണ്ടാക്കിയിരുന്നു. ആ എന്റെ സ്വഭാവം പറഞ്ഞു കേട്ടോ. അമ്മയെ പറ്റി രക്ഷ വേണ്ടി വരും, ഫോണിനെ പറ്റി അതെല്ലാം അറിയാല്ലേ. ആക്കുന്നവരാണ്. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാത്തേക്ക്. ഇനി വന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എന്നോടൊപ്പം ഉള്ളത് നമുക്കെല്ലാം പ്രിയപ്പെട്ട വൈസ് ചേട്ടൻ, പ്രൊഡ്യൂസറും റൈറ്ററും ആയിട്ടുള്ള സുധീരേട്ടൻ, ആശ് ചേച്ചിയാണ്. നമസ്കാരം. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഇനിയും എന്ന് പറയാമോ? അത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് പ്രൊഡ്യൂസർ, ഒരു സ്വപ്നമായിരുന്നു ഇനിയും അദ്ദേഹം പറയും. ഒന്നും പറയാൻ പറ്റില്ല. എന്താ ഇനിയും എന്താ പറയാ പോണത്, സിനിമ അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിൽ ലൈഫിൽ നടന്നൊരു കഥയാണ് സിനിമ. യഥാർത്ഥ സംഭവമാണ്, ലൈഫിൽ നടന്ന അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്ന സംഭവം. സിനിമാറ്റിക് പുറത്തേക്ക് കണ്ടുകൊടുക്കട്ട് ജയിച്ചൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെയാണ് കാര്യങ്ങൾ. ഇത് യഥാർത്ഥ സംഭവമാണ്. അപ്പൊ എല്ലാവരുടെയും റോൾ എന്താണ് ഇതില്? ഗുണ്ടയാണോ? ഇതുവരെ ആരും ചോദിക്കാത്ത വെറൈറ്റി കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി കൊണ്ട് ഗുണ്ടാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ സഹിക്കും. കാരണം ഞാൻ ഗുണ്ടാ വേഷങ്ങൾ ചെയ്തിട്ട് ഇഷ്ടപ്പെടും. ഇതിലുണ്ടോന്ന് ചോദിക്കാൻ ഞാൻ നന്നായി. അത് ആ വൈദ്യുക്കുട്ടിനെ ഒത്തുക്ക് ചോദിക്കാൻ ഗുണ്ടയാണോ? ഒരു ക്രൗഡി ഉണ്ട്. തമാശയാണോ പുള്ളി പ്രൊഡ്യൂസർ ആയിട്ടാ. പടം നോക്കി ഒരു കുറിയൊക്കെ തൊട്ട് നമ്മളെ പൊട്ടൊക്കെ തൊട്ട് ആ നിക്കണം നിപ്പണ്ടല്ലേ. ആ മോത്ത് നോക്കി എങ്ങനെ ഈ മോത്ത് നോക്കി ഇങ്ങനെ തോന്നി? ഗുണ്ടെന്നുള്ള വാക്കില്ല സിനിമയില്. വില്ലനാണോ നായകനാണോ അങ്ങനെ ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പോകട്ടെ. നമുക്കെന്താ ഇതില് അതാ പറഞ്ഞത്, പ്രൊഡ്യൂസറുടെ ഒരു കഥയാണ്. അപ്പൊ പ്രൊഡ്യൂസറാണ് നായകൻ. അതെ, മനസ്സിലായോ? അപ്പൊ ആ നായകനായിരിക്കാം മഷ്കർ സുഹൈൽ. അദ്ദേഹത്തിന്റെ ലൈഫാണ് സിനിമ. അപ്പൊ അദ്ദേഹമായിട്ട് അഭിനയിക്കുന്നത് അദ്ദേഹത്തിന്റെ ചെറുപ്പമായിട്ട് അദ്ദേഹത്തിന്റെ മകനും പാർത്ഥിവ്, വലുതാകുമ്പോ അച്ചു ഭാസ്കർ സൗദാരൻ. അതിന് ഗുണ്ട ചോദിക്കണതിനാണ്.
അതല്ല ഈ ട്രെയിലറിൽ വില്ലനാണോന്നാ ഞാൻ ചോദിച്ചത്. ഈ ട്രെയിലർ ആണ് ഇത്ര വലിയൊരു ട്രെയിലർ. അല്ലടാ, നായകനാ. പടത്തിൽ ഇത്ര വലിയ ട്രെയിലർ എന്ന് പറയാൻ പറ്റുമോ? ട്രെയിലർ സമയമല്ലേ ഉള്ളൂ. നല്ല കുറച്ച് അധികം ഉണ്ടാകുന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കട്ടിയെ കുറിച്ച് ട്രെയിലറെ കുറിച്ച് കട്ടി. മറുനാടന്റെ ചാനലല്ലേ? ഷാഹിന്റെ സുഖമാണോ? ഒരു അന്വേഷണം പറയണേ. പറയാം. ഇനി പറയാം. സുധീരനിലേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. സുധീരനെ ആർക്കും ഇഷ്ടമല്ല. ഈയിടെയായിട്ട് അമ്മയുടെ ന്യൂസുകളൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. എവിടുന്ന് കിട്ടുന്ന സോഴ്സ് ഒക്കെ ഒന്ന് ഉൾപ്പെടുന്നെന്ന് പറയണേ. സാറിന്റെ ബ്രില്യൻസ്. ആണല്ലേ? പിന്നെ അമ്മയുടെ കാര്യത്തിൽ ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കുന്നു. നല്ല കാര്യം. നമുക്ക് ഇനിയും ഇതിലേക്ക് വരാം. അപ്പൊ ഇനി ആഷ്കേച്ചിയുടെ ക്യാരക്ടർ അഷ്കർക്കയുടെ അമ്മയായിട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു ഒരു മകൻ? ഇങ്ങനെയുണ്ട് നീരു മകനാ. അതെന്ത് മകനാ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ പാർത്ഥിവുമായിട്ടായിരുന്നു. അത് അച്ചുവിൻ്റെ ചെറുപ്പം ആയിട്ടായിരുന്നു. പിന്നെ ലാസ്റ്റിലാണ് ക്ലൈമാക്സിലാണ് അച്ചു വരുന്നത്. അപ്പം നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പാർത്ഥിബൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴും അതെ, പാർത്ഥിബൻ നല്ല ഒരു ആക്ടറാണ്. ഭാവിയിലേക്കുള്ള ഹീറോയും കൂടിയാണ്. നന്നായിട്ട് അഭിനയിക്കും. ഫസ്റ്റ് ആണെന്ന് തോന്നുകയേ ഇല്ല. നമുക്ക് ആ ഇമോഷൻ സീൻസ് ഒക്കെ നല്ല രസമായിട്ട് അഭിനയിക്കുന്നു. അവൻ ഗ്ലിസറിൻ പോലും യൂസ് ചെയ്യാറില്ല. അങ്ങനെ കരഞ്ഞിട്ട് അഭിനയിക്കുന്നുണ്ട്. അതെ, ഒരുപാട് എല്ലാവരും കഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയ സിനിമയാണ്. എല്ലാവരും അച്ഛന്റെ ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കും കുറച്ച് കരഞ്ഞതല്ലേ കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ? അച്ഛനെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ മോനോട്? ക്യാരക്ടർ പുള്ളിയുടെ അനുഭവമാണെന്ന് മാനറിയാം. സാറിന്റെ അച്ഛന്റെ ക്യാരക്ടർ ദേവൻ ചേട്ടനാണ് ചെയ്തത്. ഒരുപാട് ക്യാരക്ടേഴ്സ് പടികൻ ജോർജ് ചേട്ടനുണ്ട്, ചേട്ടനുണ്ട്, കൈലാഷ് ചേട്ടനുണ്ട്, എല്ലാ താരങ്ങളും ഉണ്ട്. എല്ലാവർക്കും അവരുടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ശിവജി ഗുരുവായൂർ ശിവചേട്ടനെ എടുത്തു പറയേണ്ട ഒരു ഇതാണ്. നല്ല ഏറ്റവും ഭയങ്കര ഒരുപാട് എല്ലാവരുടെ പേര് തികയാതെ വന്നോണ്ടാന്ന് തികയാതെ വന്നോണ്ടല്ലേ പോസ്റ്റ് തികയാതെ വന്നുകൊണ്ട് എന്നൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു. പിന്നെ ഞാൻ നിർബന്ധിച്ച് കരഞ്ഞിട്ടൊക്കെ പറ്റിച്ചത്. പടത്തിലെ മെയിൻ സമ്മതിച്ചു. അതായത് ഈ സിനിമ കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ രഘുപതി എന്നുള്ള ക്യാരക്ടറാണ്. പുള്ളിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണെന്ന് അങ്ങേര് തന്നെ പറയുന്നു. ആ ക്യാരക്ടർ ചെയ്താരെന്നറിയോ? ഞാൻ അതിന്റെ മോതിരം അടിച്ചു പറ്റും. അല്ല ഞാൻ തന്നെ സുധീരേട്ടൻ തന്നെയല്ലേ ക്യാരക്ടർ ചെയ്തത്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് വേറെ തന്നെ ആവശ്യമില്ല. എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ നായകൻ്റെ കൂടെ ഒരു കൂട്ടുകാരനായിട്ട് എല്ലാ കാര്യങ്ങളിലും അബദ്ധങ്ങളിലും ഒക്കെ ചെന്ന് ചാടുന്ന ഒരു ക്യാരക്ടറാണ്. ബാക്കിയൊക്കെ നായകന്റെ കൂടെ നായകൻ എന്നെ നോക്കണത് ഞാനല്ലേ പടത്തിലെ നായകൻ അല്ല. എന്റെ കൂട്ടുകാരൻ ഇവിടെ പുള്ളിയാ. പുള്ളിയുടെ കൂട്ടുകാരൻ വേറെ നായകൻ. അത് സനീഷ്. അതൊരു നായകൻ. അതൊരു നായകൻ. അല്ല, ഇതിനകത്ത് നായകൻ നായിക എന്നല്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തുല്യ പ്രധാനമുള്ള ഒരു കഥാപാത്രങ്ങളായിരുന്നു കിട്ടിയേക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ എല്ലാവരും ഈക്വലായിട്ടും അവരുടെ കഴിവുകൾ തെളിയിച്ചു. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം ഇവരുടെ സുധീറേട്ടനാണെങ്കിലും അസ്കർ ഭായി ആണെങ്കിലും ഇപ്പം നമുക്ക് എന്തെങ്കിലും നേരത്തെ കുറച്ച് പരിചയമുണ്ട് ഞങ്ങൾ. അപ്പം നമുക്ക് എന്തെങ്കിലും തുറന്ന് സുധീറേട്ടാ ഞാൻ ഈ സമയത്ത് ഇന്നത് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചാൽ അത് കുഴപ്പമില്ല നീ അത് പറയും എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും കൂടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. അതിന് അപ്പം ഇവരാരാണെന്നുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കുറച്ച് അത് വേണ്ട പറ്റുക അങ്ങനെ പറഞ്ഞാൽ ഓൾറെഡി പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും വന്നാൽ നമ്മൾ തുറന്ന് പറയില്ല. പക്ഷെ ഇവരോടത് പറഞ്ഞാൽ ഡയറക്ടറോടാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന സീനിയറായിട്ടുള്ള ഇവരോടാണെങ്കിലും ചോദിച്ചാൽ അവർ അത് ചെയ്തു നല്ലതാണെങ്കിൽ നല്ലതിന് അംഗീകരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ കൂടെ സപ്പോർട്ട് പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഇനി അവരോട് സംസാരിച്ച് മതിയായില്ല അങ്ങനെ തോന്നിയ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ലൈഫില്? പറയാം. എനിക്കോ ഇങ്ങനൊന്നും എനിക്കറിയില്ല. എല്ലാവരും ഉണ്ടല്ലേ? എല്ലാവരും തുല്യല്ലേ? എന്നാലും നമുക്ക് അഷ്ടമില്ല സ്പെഷ്യലായിട്ട് സ്പെഷ്യല്
അതൊക്കെ പിന്നെ സ്പെഷ്യൽ സംസാരിക്കാൻ നമ്മൾ ഒരാളോട് മാത്രം എപ്പോഴും സംസാരിച്ചു നമ്മൾ എല്ലാവരും സംസാരിക്കുമ്പോൾ എല്ലാവരും സന്തോഷം, എല്ലാവരോടും മിങ്കിൾ ചെയ്യുക, എല്ലാവരോടും സംസാരിക്കുക. പിന്നെ നമ്മൾ സ്പെഷ്യൽ ചോദ്യം മനസ്സിലായില്ല. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഇനിയുമാണല്ലോ സിനിമയുടെ പേര്, അപ്പൊ ഞാനൊരു ചോദ്യം ചെയ്തു, നമുക്ക് ഇനി അവരോട് മിണ്ടണം, അപ്പൊ അവർക്ക് ചിലപ്പോ നമ്മളോട് പെട്ടെന്ന് ഫോൺ നമുക്ക് ഇനിയും വേണ്ടാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ തീർച്ചയായിട്ടും. ഇഷ്ടമുള്ള ഒരാളുണ്ടാവില്ലേ ലൈഫില്? അങ്ങനെ ആരുമില്ല. നമ്മളൊരു ഇഷ്ടമുള്ളത് പോലെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ അമ്മയാണ്. ഞാൻ എവിടെ വേണമെങ്കിൽ അതെ. പറയാം. മിണ്ടാനും ആഗ്രഹിക്കും, നമ്മുടെ കാര്യങ്ങൾ പറയാൻ ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന നമ്മുടെ അമ്മയാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും അലമ്പുണ്ടാക്കിയാലും എത്ര വയസ്സായാലും നമ്മൾ വിളിക്കുന്ന അമ്മ മാത്രമേ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുള്ളൂ. എന്താ അല്ല, അത് നമ്മുടെ ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അതിനേക്കാൾ ഏറ്റവും മുകളിലാണ് അമ്മ. ഞാൻ അമ്മ പെറ്റാണ്, അതുകൊണ്ട് മാത്രമല്ല അമ്മ കഴിഞ്ഞിട്ട് ബാക്കിയില്ല. അല്ല അതെല്ലാം ഏറ്റവും കൂടുതൽ എപ്പോഴും നമുക്ക് അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, ആരോടും ഏറ്റവും കൂടുതൽ സംസാരിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്താ നമ്മൾ എവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലൊക്കെ വിട്ടു ഭയങ്കര മാനസികമായിട്ട് വിഷമമൊക്കെ എന്നിട്ട് ചുമ്മാ അമ്മ അടുത്ത് പോയി അമ്മ ഇങ്ങനെ തിരുന്നാൽ മതി, നമ്മുടെ വേറെ മുകളിലേക്ക് പോകും. അമ്മയെന്ന് പറയുന്ന സാധനം നമുക്ക് അമ്മയെന്ന് പറയുന്നൊരു സംഭവം ദൈവം തുല്യ, ദൈവം പോലെയാണ്. നമ്മള് ഞാനിത് പറഞ്ഞു വന്ന അതിൽ നിന്ന് മാറിപ്പോയി. നമുക്ക് അങ്ങനെ ഒരു എപ്പോഴും ഒരാളോട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കാന്ന് പറയില്ല. അങ്ങനെ എന്റെ സ്പെഷ്യൽ ഇല്ല. എനിക്ക് അമ്മ എന്ത് ദുഃഖം ഉണ്ടെങ്കിലും എനിക്ക് പറയാൻ പറ്റിയ ഒരാളാണ് എൻ്റെ അമ്മയാണ്. ചിലപ്പോൾ എൻ്റെ വൈഫിനോട് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റത്തില്ല. അമ്മയോട് പറയാം. നമ്മളിപ്പോ കൊലപാതകം ചെയ്താൽ പോലും കൂടെ നീ വിഷമിക്കുന്നു മക്കളെ, എന്താ നീ അങ്ങനെ അബദ്ധം പറ്റിയോ, അങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്ന ഒരേ ഒരാള്. അച്ഛനില്ലെന്നല്ലേ പറയണം. ഇല്ല അത് ഈ പൊക്കിൽ കൂടിയൊരു പരിപാടി. അമ്മയുടെ കാഴ്ചപ്പാട്ടിലാണ് സ്വർഗം അല്ലേ? അത് ശരിയാണ് അല്ലേ? സത്യമാണ്. ഈ സിനിമ പറയുന്നതും അത് തന്നെ. കഥയിലേക്ക് എത്തി. വീട്ടിലൊക്കെ പോയിരിക്കുന്നു. അല്ല, ഈ സിനിമയെന്ന് പറഞ്ഞാൽ അമ്മ അച്ഛൻ മക്കളുമായിട്ടുള്ള ഒരു ആത്മബന്ധം, അവർ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വേദന ഒരു അമ്മയെ അനുഭവിക്കുന്നത്, അച്ഛൻ അനുഭവിക്കുന്നത്, മക്കൾ അനുഭവിക്കുന്നത്, അങ്ങനെയെല്ലാം ചേർത്തിട്ടുള്ള ഒരു മൂവിയാണിത്. അപ്പം അച്ഛൻ പറഞ്ഞതുപോലെ അമ്മയാണ് ഈ നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലുത്. നമുക്ക് അമ്മയാണ്. ഇവിടെ പോയെന്ന് അമ്മയുടെ മടിയിൽ കിടക്കുന്ന പോലെ ഒരു സുഖം വേറെ ഒന്നും കിട്ടുന്നില്ല. എത്ര 5 സ്റ്റാർ വീട്ടിൽ കിടന്നാലും കിട്ടുന്നില്ല. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഒരു പാട്ടുണ്ട്, അമ്മയല്ലാതൊരു ഒരാളെ മനസ്സിലാക്കാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഒരു മകനെയോ മകളെയോ മനസ്സിലാക്കാൻ. പാട്ടൊന്ന് ഫുള്ള് പാടും, 2-3 വരി. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുമുണ്ടോ, കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ, കാണപ്പെടുന്നതാം ദൈവമല്ലേ. ശരിയാണ്, എല്ലാരും അമ്മയിലേക്ക് അമ്മയാണ് കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞ പോലെ. അമ്മ പറയുന്നു മോനെ അതാ ദൈവം, നമ്മളവിടെ പ്രാർത്ഥിക്കുന്നു, അതാണ് ഇതാണ് അച്ഛൻ, നമ്മൾ അച്ഛന്ന് വിളിക്കുന്നു. ഈ സിനിമകളൊക്കെ ചെയ്യുമ്പോ എല്ലാരും സിനിമ തിയേറ്ററിൽ വന്ന അമ്മമാരൊക്കെ കാണാറുണ്ട്, ഇഷ്ടപ്പെടാറുണ്ട്. അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഞാൻ അഭിനയിച്ച സിനിമ അമ്മയ്ക്ക്, ഞാൻ അഭിനയിക്കുന്ന എല്ലാ അമ്മയ്ക്കും ഇഷ്ടമാണ്. ഞാൻ സംഭവം അങ്ങനെയല്ല പറയുന്നത്. അമ്മ ഞാൻ അഭിനയിക്കുന്ന എല്ലാ പടങ്ങളും കാണും. അമ്മ അതിന് ഓരോ അഭിപ്രായങ്ങൾ പറയും. അമ്മ മമ്മൂട്ടിയുടെ പടങ്ങൾ കാണത്തില്ല, ചില പടം സുഹൃത്തൊന്നും കാണത്തില്ല. ഭയങ്കര പുള്ളിക്കാരി അങ്ങനത്തെ പടങ്ങൾ കാണത്തില്ല. അതല്ല അങ്ങനെ കാണത്തില്ല. പിന്നെ ചില പടങ്ങൾ കാണും. നൻപകൽ നേരത്ത് മയക്കം അവര് ഒരുമിച്ചിരുന്ന് കണ്ടിട്ട് ലിജോസ് പല്ലിശ്ശേരിയോട് അതിങ്ങനെയല്ലേ സംഭവം എന്ന് ഡയറക്ടറോട് ലിജോസിനോട് പറഞ്ഞു. ആ ഉമ്മച്ചിയെ പറഞ്ഞോട് മനസ്സിലായോന്ന് ചോദിച്ചു എന്താ സാധനം. അപ്പൊ അത് ട്വിസ്റ്റ് അല്ലേ സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അങ്ങനെ ഉമ്മച്ചി സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ അമ്മ ഭയങ്കര ഇഷ്ടമാണ്. അതിവരൊക്കെ കുട്ടിക്കാലത്ത് അഭിനയിക്കുന്ന ആൾക്കാരാണ്. മാമജി കൃഷ്ണനായിട്ടൊക്കെ അഭിനയിച്ചിട്ട് അതൊക്കെ കുറെ പരിപാടികൾ ഇവരെ ഉണ്ട്. അത് ഇവര് തമ്മിലുള്ള അനിയന്മാരുണ്ട്, ഇവരെല്ലാരും കൂടെ അഭിനയിക്കും. പുള്ളി കൂടെ നിന്ന് അഭിനയിക്കും. ഇവര് കൃഷ്ണപുള്ളി അതൊക്കെ ഒരുപാട് കഥകളുണ്ട്. നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഒരു വട്ടം കണ്ടിട്ട് കട്ടായിപ്പോ എനിക്ക്. ഞാനത് കണ്ടേ കിളിപ്പോ എന്ന് പറഞ്ഞാൽ ഒറ്റക്കിരുന്ന് കണ്ടില്ല. നമ്മൾ ഓർത്ത് നമുക്ക് അങ്ങനെ ആയിപ്പോയോ, നമ്മൾ അങ്ങനെ ആയിപ്പോയോ, മൈൻഡ് പോയി. ഒരു രക്ഷയില്ലാത്ത സംഭവം.
അത് ഭയങ്കര ഒരുപാട് ആകുമ്പോൾ നമ്മളിങ്ങനെ കരയിപ്പിക്കും. ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമ്മള് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇല്ലല്ലോ, ആദ്യം നമ്മളെ കരയിപ്പിക്കും, ലാസ്റ്റ് ആകുമ്പോൾ ആ രണ്ടാമത് കാണാൻ അങ്ങനെ. പിന്നെ രാപ്പകരല്ല വാത്സല്യം, അത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. സുധീറിന് വാത്സല്യം തീർച്ചയായിട്ടും വാത്സല്യത്തിന്റെ ലാസ്റ്റത്തെ ഒരു ഡയലോഗ് കൊണ്ട് നമുക്ക് എന്താ പറയാ, അത് പറഞ്ഞില്ലേ പാവാ വീടാന്നറിയോ. അതുപോലെ എല്ലാവരും ലാലേട്ടന്റെ പടം കണ്ടിട്ട് കരഞ്ഞിട്ടുള്ള പടങ്ങളുണ്ട്. ഇതൊക്കെ ലിജൻസ് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനിയും അതുപോലെ തന്നെ ഈ സിനിമയും വേറൊരു തരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. തീർച്ചയായിട്ടും അമ്മയും മോനും തമ്മിലുള്ള ബന്ധം, കഥ എവിടെ പറഞ്ഞാലും കഥയുടെ മർമ്മസ്ഥാനം അതാണ് അങ്ങോട്ട് കിടക്കാറ്. അങ്ങനെയാണ് എല്ലാ സിനിമകളും പറയുന്നത്, ഒന്നും അങ്ങോട്ട് പോവില്ല. നോക്കി ഇതിനകത്ത് ആർട്ടിസ്റ്റുകളെ കൊണ്ട് പ്രൊഡ്യൂസർ വെതറിയിരിക്കാൻ 19 എല്ലാം ഒരു ചെറിയൊരു ഷോട്ടിൽ അപ്പൊ എല്ലാരും പെട്ടെന്ന് തന്നെ കിട്ടി. അത് എത്ര നാളത്തെ പ്രയത്നമാണിത്, ഒരു എത്ര വർഷം എടുത്തു ക്യാരക്ടേഴ്സിനെ കണ്ടുപിടിച്ച് ഓരോ കഥാപാത്രത്തിലെ എല്ലാം സംഭവിച്ച എല്ലാം മനസ്സ് നല്ലതായോണ്ട് നല്ലൊരു ഭക്തനാന്ന് തോന്നല്ലേ. ഗുരുവായൂരപ്പന്റെ അഡിക്റ്റഡ് ഫാൻ. ഞങ്ങളുടെ ലൊക്കേഷനിൽ ഡെയിലി പൂജ ഗുരുവായൂരപ്പന്റെ പടം ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് അതിൽ പൂജ ചെയ്തിട്ടാണ് പിന്നെ ബാക്കി തുടങ്ങുന്നത്. ഗുരുവായൂരപ്പൻ നമ്മൾ ചോദിക്കുന്നെല്ലാം തരും. ശരിക്കും എനിക്കൊരു സംഭവം തന്നിട്ടുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഗുരുവായൂരപ്പന്റെ ഒരു ഭക്തൻ എന്ന നിലയിൽ എന്താ ഗുരുവായൂരപ്പനെ കുറിച്ച് പറയാനുള്ളത്? കുറിച്ച് പറയാന്ന് വെച്ചാല് നല്ല പരീക്ഷകളായി മാക്സിമം പരീക്ഷിക്കും, നല്ല റിസൾട്ട് കൊടുക്കും. റിസൾട്ട് കൊടുക്കും. അതാണ് ആ റിസൾട്ടിന് വേണ്ടിയാണ് ഇനിയും ഞങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യുന്നു. അത് നമ്മുടെ ഫെബ്രുവരി 27 റിലീസാണ്. എന്താണെന്നറിയാനില്ല ദൈവത്തിന്റെ വെയിറ്റ് ചെയ്യുമ്പോ അങ്ങനെയല്ല അച്ഛേട്ടാ, അങ്ങനെയല്ല പറഞ്ഞേ. കിട്ടും, നല്ല സംഭവം. അപ്പൊ എല്ലാരും ഇനിയും സിനിമ കാണുക, ഇനിയും സിനിമ കാണണം. ഞാൻ ഇനിയും സിനിമ കാണുക, ഇനിയും സിനിമ കാണുക. എന്നാൽ ഞങ്ങളങ്ങോട്ട് പോവല്ലേ, മോനായില്ല. മോനായില്ലെന്നോ? പോവാനായില്ല. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഈ കുറിയൊക്കെ വെച്ചിട്ട്? അത് ശരിക്കും ഞാൻ പറയുന്നത് ഭയങ്കര ക്ലീശയാണോന്ന് അറിയില്ല. അല്ല, മമ്മൂക്കയുടെ വലിയേട്ടത്തിലേക്ക് ഒരു ലുക്ക് തോന്നും, ധ്രുവത്തിലേക്ക്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മമ്മൂക്കയുടെ പെങ്ങളുടെ മോന് പിന്നെ ലാലേട്ടൻ ലുക്ക് വരും. അല്ല, ലുക്ക് ഉണ്ട് എന്ന് വെച്ചാൽ അത് അനുഗ്രഹിച്ചിട്ട് അനുഗ്രഹിച്ചിട്ടല്ല, അനുകരിച്ചിട്ടാണ്. പിന്നെ ചേട്ടൻ്റെ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്, ഇതൊക്കെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് കിട്ടിയത്. ദുൽഖർ സൽമാനും മമ്മൂക്കയുടെ ശബ്ദമോ ആ ലുക്കോ അതെല്ലാം ആ സൗന്ദര്യം കിട്ടിയിട്ടില്ലല്ലോ. ദുൽഖർ സൽമാന്റെ സ്റ്റൈല് വേറെ. ഹലോ ഇത് പിന്നെ കുടുംബല ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കല്ലേ, ഇതിന് പിന്നെ സാധനം ചെന്നാണോ? മാറ്റി പറഞ്ഞ അങ്ങനെയല്ല പറഞ്ഞത്. നീക്കത്തിട്ട് കളിക്കരുത്, എന്റെ സ്വഭാവം പറഞ്ഞോ. എന്റെ മുത്താണ് അങ്ങനെയല്ല. അമ്മാവനായതുകൊണ്ട് അമ്മാവന്റെ അതേ ചായ കാച്ചിൽ കിട്ടിയത് പാതി കാച്ചല്ലോ, ചായ കാച്ചിട്ടാണ് ഈ കളിക്ക്. ഞാൻ പോവാം. എനിക്ക് തോന്നുന്നത് ചെറിയൊരു ചായ കാച്ചിലുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിൽ ഇറങ്ങി വരും, അപ്പോഴെനിക്കും തോന്നി ധ്രുവത്തിലെ മമ്മൂക്കയാണ്. ഒരുപാട് എളിമ വേണ്ട, കാര്യം കൈവിട്ട് പോയപ്പോ കിടന്ന് പതറുന്നാന്ന് മനസ്സിലായി. എന്റെ പെങ്ങളുടെ മോനുണ്ട്, അവൻ എന്നെ വാർത്ത വെച്ചോളൂ ഇരിക്കുന്നത്. അതെ, എന്റെ മോന് എന്റെ 2 മക്കളും എന്നെ പോലല്ല. ഞാനും എന്ത് ചെയ്യാൻ പറ്റും?
പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ ഓരോരോ സൃഷ്ടികളാണ്. അതെന്തുകൊണ്ടാ അങ്ങനെ വരുന്നത്? പക്ഷെ എന്താ അത് ഞാൻ കാര്യം പറയട്ടെ, മമ്മൂക്കയ്ക്ക് ബുദ്ധി കിട്ടി, ഡിക്യുവിന് ബുദ്ധി കിട്ടി, ഇവര് ബുദ്ധി കിട്ടിയില്ല. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതിന് ആരോടെ ചായ കാച്ചിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചായ കാച്ചിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മള് ചായ മോനെ നിനക്ക് ബുദ്ധിയില്ലെന്നുള്ള സത്യം തുറന്നു പറഞ്ഞു എന്നോട് പടങ്ങരുത്. എനിക്ക് നല്ല ബുദ്ധിയുണ്ട്. നല്ല ബുദ്ധിയുള്ള ആളാണ്. ഓരോ ഞാൻ ഒന്ന് പറയട്ടെ, ഓരോ കഥാപാത്രം സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെയാ ശ്രദ്ധിക്കുന്നത്? അതാണ് പറഞ്ഞ ബുദ്ധിയുടെ കാര്യം. അല്ല, ഓരോ സിനിമകൾ ഇപ്പൊ ഞാൻ കഴിഞ്ഞ സിനിമയിൽ കേസ് ഡയറിക്ക് ഇന്റർവ്യൂ എടുത്തായിരുന്നു. അതിലൊരു പോലീസ് ഓഫീസർ ആയിരുന്നു. അപ്പൊ ഇനിയും വന്നപ്പോ എന്താണ് എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാം എന്ന് തോന്നിയത്? എന്താ? ഒരു നല്ല കഥാപാത്രമാണ്, അത് മെയിൻ കഥാപാത്രമാണ്. അതാണ് ത്രെഡ്, കഥയുടെ ത്രെഡില് സാധനമാണത്. ഇനി ചോദിക്കാനൊന്നുമില്ലേ? ഞാനില്ല പോണു. ഞാന് സുധീരേട്ടനിൽ മെയിൻ ചെയ്യുന്നത്, വേറെ ആരുമില്ല. എന്താ പഠിച്ചത്? എന്ത് പഠി? നല്ല എളിമ വേണം, നന്നായിട്ട് എല്ലാവരും സംസാരിക്കുക, നന്നായിട്ട് എല്ലാവരും ചേർത്ത് പിടിക്കുക. ഞങ്ങള് മൂന്ന് പടം നമ്മൾ ഒരുമിച്ച് നിങ്ങള് നല്ല ബന്ധമല്ലേ? ഞങ്ങള് ഭയങ്കര ബന്ധമാണ്. പിന്നെ ഞങ്ങള് ബന്ധല്ല, ഹർത്താല് മറ്റേ വലവീശനാണ്. അല്ല പിന്നെ എന്നാ പറയാനോ വലവീശ അറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ ഇറക്കിയിരുന്നു. മമ്മൂക്ക അമരത്തിലെ വലവീശ പോലത്തെ ഞാൻ കണ്ടായിരുന്നു. വയറല നല്ല വിഷയം. എപ്പോഴും വലവീശോ? വയറൽ ഒന്നിലും വയറില് അല്ല എയറില് എവിടെയും കാണിച്ചു തൂണിൽ തിരുമ്പി. എന്താ എന്താവോ എന്നെ എല്ലാരും സ്നേഹിക്കുന്നു. എന്നെ ഇഷ്ടമാണ്. അതാണ് ഞാൻ പാവല്ലേ? അയ്യോ ഒത്തിരി ആരാധികമാരുടെ ബഹളമാണ്. ഈ 45-ാമത്തെ വയസ്സിൽ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന അറിയോ? അറിയില്ല. ഓ എന്തോ നിങ്ങൾ എന്തോ എന്തോ പരിപാടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. പറയണമെന്ന് അല്ലേ? സുധീർക്ക് എന്തോ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 39 പറയണമെന്ന് പറയാം, 45 പറയാം, 39 പറയണം, എന്തോ പരിപാടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല വന്നപ്പോ തന്നെ അതിലെന്ന് പറഞ്ഞു എന്നോട് ഇഷ്ടമാണ് പറഞ്ഞു. കഴിച്ചോ? എന്നെ വെറുതെ വിഷമിപ്പിക്കല്ലേ, പ്രതീക്ഷ നീ മേലെ സിനിമ കണ്ടുപോരുന്നത്. അതല്ല ബൈചേട്ടൻ എന്തെങ്കിലും പറഞ്ഞത്, ബിജുക്കുട്ടൻ ചേട്ടൻ എന്തെങ്കിലും ബൈജുക്കുട്ടൻ അതായത് ബിജുക്കുട്ടൻ ബൈജുക്കുട്ടനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നല്ലേ? ഇതിപ്പോ സിനിമയിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ വന്ന് എനിക്ക് ഭാരമായിട്ട് എന്റെ ഉള്ള പണി കളയരുതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള ഉപദേശം. അല്ല ചേട്ടൻ നല്ല സപ്പോർട്ടാണ്. നമ്മള് എന്തെങ്കിലും ചാനലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഇപ്പൊ നമുക്ക് പുതിയ വർക്കുകൾ കിട്ടുമ്പോ ഞാൻ ചേട്ടനോട് സംസാരിക്കാറുണ്ട്. ചേട്ടൻ എനിക്ക് ഒരു ഇതിനകത്ത് കിട്ടിയായിരുന്നു എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഞാനിത് എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു ഞാനും എന്താ ചെയ്തിട്ട് ഞാൻ മറ്റേ ഒരു പാട്ട് പാടിക്കോട്ടെ. മാപ്പു നൽകും മഹാമലേ ടെൻഷൻ പറഞ്ഞ അല്ല ഞാൻ ഒറ്റവാക്കി പറയാം. ചേട്ടൻ എനിക്ക് എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം നമ്മൾ കോമഡി സീരിയലാണെങ്കിലും അല്ലെങ്കിൽ സിനിമയിലേക്കാണെങ്കിലും ഇപ്പം പുതിയൊരു സിനിമ കിട്ടിയാലും പുതിയൊരു ചാനലിൽ വർക്ക് കിട്ടിയാലും ഞാൻ ചേട്ടനോട് പറയും, ചേട്ടൻ എനിക്ക് അങ്ങനെ വർക്ക് കിട്ടി. ആ പുള്ളിക്ക് സന്തോഷമുള്ളൂ. ഇപ്പം ഞാൻ അസ്ക്രബായിട്ട് കുറെ നാൾ മുമ്പ് അറിയാം മൂന്ന് വർക്ക് അത് ചേട്ടനാണ് എന്നെ അതിനകത്ത് വിളിച്ചത്. അപ്പൊ അവര് പറഞ്ഞ് അപ്പൊ അതിന്റെ ഡബ്ബിങ് എറണാകുളത്ത് നടക്കുമ്പോഴാണ് ആ ഡബ്ബിങ് കണ്ടിട്ടാണ് ഈ നമ്മുടെ പൃഥ്വിരാജ് സാറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരു വേഷം കിട്ടുന്നത്. അപ്പം അങ്ങനെ എല്ലാത്തിലും ചേട്ടന് എപ്പോഴും നമ്മുടെ കൂടെ ഒരു സാന്നിധ്യം ചേട്ടൻ്റെ ഉണ്ട് നമുക്ക്. കാരണം ചേട്ടനന്ന് വിളിച്ച കാരണമാണ് എനിക്ക് അതിനകത്ത്. അപ്പം എല്ലാത്തിലും ചേട്ടൻ്റെ ഒരു അനുഗ്രഹം എല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. ചേട്ടൻ നല്ല സപ്പോർട്ടാണ് എല്ലാവരും. എനിക്ക് രണ്ട് മുത്തുകളെ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും പെരുമാറാൻ ഒക്കെ എവിടെ വെച്ചിട്ടുണ്ടായാലും
ബിജു ഒന്ന് കെട്ടിപ്പിടിച്ച് വിശയോടെ ചോദിച്ച് അതുപോലെ തന്നെ വഴിപോയി. രണ്ടുപേർക്കും നന്മകൾ തരും. പിന്നെ വേറൊരു കാര്യം ചോദിക്കാം. ഇനി എന്ത് പൊട്ടണെന്ന് ചോദിക്കാനാ നീ? ഇനിയും മമ്മൂക്കയില്ലേ, മമ്മൂക്കി എന്തിനാണ് ദിലീപേട്ടനും ഒരുപാട് സുധീരേട്ടനെ സഹായിച്ചിട്ടുണ്ട്, റോളുകൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഉണ്ട്. ഒരുപാട് വേഷം അവനെ വിളിക്കുക എന്റെ കാര്യത്തിൽ നമുക്ക് പറയുന്നുണ്ട്. ദിലീപേട്ടൻ്റെ എത്രയോ പടങ്ങളുണ്ട്. ലാലേട്ടന്റെ കൂടെ ലാലേട്ടനെ എത്രയോ എല്ലാവരും കൂടെ ഇഷ്ടംപോലെ പടം ചെയ്തിട്ടില്ലേ? അല്ല, എന്നാലും അത് മമ്മൂക്ക പറയും, പക്ഷെ അറിയാതെ ആരും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണെന്ന് എവിടെ അങ്ങനെ. അത് പുള്ളി റെക്കമെൻഡ് ചെയ്ത് ഒരുപാട് ഉപയോഗിക്കും. പുള്ളി അതാണ് അതിന്റെ ക്രെഡിറ്റ്. ഒരു ക്രെഡിറ്റും അദ്ദേഹം ഏറ്റെടുക്കാറില്ല. പുള്ളിയുടെ കർമ്മം ചെയ്യും. ഇത്രേ ഉള്ളൂ. ഏറ്റവും ആരോടാണ് ലൈഫിൽ താങ്ക്ഫുൾ ആയിട്ടുള്ളത്? എനിക്ക് എല്ലാവരോടും ഇഷ്ടമാണ്. ഇപ്പൊ അതൊന്നുമല്ല, എനിക്ക് ഓരോരുത്തരോടൊക്കെ ഇഷ്ടമല്ലേ. നമുക്കെന്ന് പറഞ്ഞ ഒരു ഗുരുസ്ഥാനിയാണ്. ആ ഒരു എന്താ വലിയൊരു കാരണവര്. ലാലേട്ടനോട് വേറൊരു രീതിയിലുള്ള ഇഷ്ടം, ഒരു വേറൊരു ഓറ. സുരേഷിനോട് വേറെ, ദിലീപേട്ടനോട് എന്താ പറയാ, എന്നെ സിനിമ കൊണ്ടുവന്ന ആളെന്നുള്ള ഇഷ്ടം. എന്തിനാ അതിലേക്ക് എടുക്കണം? നീ ആവശ്യമില്ലാത്ത കാര്യം അടിപിടി ഈ ഇനിയും സിനിമയുടെ പ്രൊഡ്യൂസറാണ് ആയിരിക്കുന്നത്. രചന, കഥ ഒക്കെ എഴുതിയ ആളാണ്. അദ്ദേഹത്തിനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഒരു കാര്യം ഉണ്ടോ? ആര് പറഞ്ഞു? ഞങ്ങൾ ഒറ്റ കേട്ടാ നിങ്ങളെ പോലുള്ളവരാണ് കല ഉണ്ടാക്കിയത്. എന്റെ സ്വഭാവം കേട്ടോ. അമ്മയെ പറ്റി അക്ഷം വേണ്ടി വരും. മോളെ പറ്റി മോളെ പറ്റി പറഞ്ഞോട്ടല്ലേ? അതെല്ലാം അറിയാല്ലേ? അത് വിവാദമാക്കുന്നവരാണ്. അത് എന്താണെന്നറിയോ, ഓരോ കാര്യങ്ങൾ നമ്മളെ ഓരോരുത്തരും തോണ്ടി 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 ഈ ചെറിയ ചെറിയ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമ്മളെങ്ങനെയല്ലേ? നമ്മള് വീട്ടിൽ ചേട്ടനനിയന്മാരും എല്ലാം തല്ലുണ്ടാക്കിയല്ലേ പോയിട്ട് അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ നിന്നിട്ട് കൂട്ടുകാരോട് പറയും, അവനെ ഞാൻ ഇടിക്കാൻ കൊന്നാനാരെ, അനിയനെ അല്ലെ ചേട്ടനെ? ഇതൊക്കെ തന്നെ അങ്ങോട്ട് ശരി. അമ്മ ഒറ്റ കേട്ടാ വോയിസ് ലീക്കായെന്ന് പറഞ്ഞാല് അതെടുത്തിട്ട് നിങ്ങളല്ലേ പറഞ്ഞ എന്തിനാ? അതൊരു അതെ അതെ എന്നെ പറയാൻ പാടില്ല. ഒരിക്കലില്ല. പ്രൊഡ്യൂസറോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് താരങ്ങളൊക്കെ കരാറിൽ ഏർപ്പെടുന്ന സമയത്ത്, ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പ്രൊമോഷൻ പങ്കെടുക്കാം അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടാണോ കരാറ് ചെയ്യുന്നത്? എല്ലാറ്റിനും എല്ലാവരും സഹകരിച്ചിട്ട് നമുക്ക് കരാറും കാര്യങ്ങളും അല്ലാത്ത അപ്പുറമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇനിയും ഒരുപാട് ആൾക്കാരില്ല, അപ്പൊ എല്ലാവരും വിളിച്ചിട്ട് അവര് വരാത്തതാണോ? എങ്ങനെയാണ്? ഞങ്ങള് എല്ലാവരും 10-20 പേര് വന്നാൽ എങ്ങനെ നമ്മൾ ഇന്റർവ്യൂ ഓരോരുത്തരും പങ്കെടുക്കുന്നില്ലേ? എല്ലാവരും എല്ലാ തിരക്കിലായിരിക്കാം, വേറെ ഷൂട്ടിലായിരിക്കാം, എല്ലാ സമയത്തും അല്ലെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഷൂട്ടിലല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റി. ഇദ്ദേഹം ഷൂട്ടിലല്ലാത്തതുകൊണ്ടല്ല, നമ്മൾ ഷൂട്ട് നടക്കുമ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് വരാൻ പറ്റത്തില്ല അല്ലേ? ഇപ്പൊ സുധീരുടെ ഷൂട്ടിലാണെങ്കിൽ അദ്ദേഹത്തിന് വരാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ടൈം അനുസരിച്ചൊക്കെ പറ്റുള്ളായിരിക്കും. ഞാൻ തിരക്കിലാണെങ്കിൽ ഇദ്ദേഹം തിരക്കിലാണെങ്കിൽ അല്ലേ, നമുക്ക് അങ്ങനെയല്ലേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഹാപ്പിയാണ്. എനിക്ക് ഞാൻ ഇദ്ദേഹത്തിനോട് വന്നത് ഇന്നലെ കൊളംബീസ് ഉണ്ടായിരുന്ന ഞാൻ അതെല്ലാം മാറ്റി വെച്ചിട്ട് കൊളംബീഷ്യൽ എന്ന് പറഞ്ഞാൽ വലവീശൽ. മീൻ മാത്രമല്ല, കൊളംബീസ് എന്ന് പറഞ്ഞാല് കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നതാണ് ഞങ്ങള് ചേർത്തല കൊളംബീസ് എന്ന് പറയുന്നത്. കൊളംബീസിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞായിരുന്നു, ഈ താരങ്ങള് ഇങ്ങനെയുള്ള പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുക്കാൻ പ്രൊഡ്യൂസേഴ്സിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന്. പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് ഒരു സിനിമ എടുക്കുന്നത്. ഒരുപാട് നാളത്തെ പ്രയത്നമാണല്ലോ ഇപ്പൊ ചേട്ടന്റെ ആണെങ്കിലും. അപ്പൊ എല്ലാവരും അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമല്ലേ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുള്ളൂ. എന്റെ ആദ്യത്തെ ഒരു ഇതാണ്. അപ്പോ എനിക്കുണ്ടായ ഇത് എല്ലാവരും നന്നായി സഹകരിച്ച് ഇതുവരെ എത്തിയിട്ടുണ്ട്. ആരുടെയും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് വേറെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സിനിമ പിടിച്ചു, അത് വിജയിപ്പിക്കുക, അതൊന്ന് എല്ലാവരും ജനം സ്വീകരിക്കുക. അപ്പുറത്തൊന്നും ആഭ്യന്തര കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളൊന്നും പാവത്തോട് പറഞ്ഞാൽ ഏറ്റില്ല. അല്ല, സുധീരേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. എല്ലാവരോടും സംസാരിക്കാൻ ഉള്ള കാര്യം അപ്പം തുറന്നു പറയുമെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു പാവപ്പെട്ട നല്ലൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് എല്ലാവരും, ഇവരാണെങ്കിലും വേറെ ഇപ്പോൾ ഇവിടെ വരാത്ത ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാവരും പരിപൂർണ സഹകരണത്തോട് കൂടിയിട്ടാണ്
ആ വ്യക്തിയോട് പെരുമാറിയേക്കണതും ഈ സിനിമയിൽ വർക്ക് ചെയ്താക്കണതും. പിന്നെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചിലവർക്ക് വരാൻ പറ്റാത്ത അവസ്ഥകൾ വരും. അതിന് ഒരു പ്രൊഡ്യൂസർ എന്ന നിലക്ക് അവർ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് ഇവിടെ മറ്റുള്ള കാര്യമല്ല പറയണത്, നമ്മൾ നമുക്ക് ഇവിടുത്തെ അറിഞ്ഞോളൂ, മറ്റുള്ളിടത്ത് നമുക്കറിയില്ല. അപ്പം അതിൻ്റെ പേരിൽ ആരും മനഃപൂർവ്വം വരാതിരിക്കുന്നു, അല്ലാതെ വേറൊന്നും ആയിട്ടല്ല. ഇത് കഴിഞ്ഞാലും അവർക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം, അവർക്ക് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏത് ചെറിയ പടമോ ബഡ്ജറ്റ് കുറഞ്ഞ പടമോ ഒരു ഏറ്റവും ലോ ബഡ്ജറ്റ് എടുക്കുന്ന ലോ ബഡ്ജറ്റ് പടത്താണ് ഞാൻ ആ പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എനിക്ക് പ്രമോഷൻ ചെയ്ത് തിയേറ്ററിൽ എത്തിച്ച് അത് കഴിഞ്ഞ് എന്നെ കൊണ്ട് കഴിയുന്ന സാധനം ചെയ്തിട്ട് പോകും. കാരണം ഇതെന്റെ അന്നമാണ്, ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ തമാശയ്ക്ക് ഒരു വല വീശും കുളത്തിൽ വീശാൻ പോകുന്നൊക്കെ പറയുമെങ്കിലും സിനിമയുടെ ലേബലിൽ നിന്നാണ് എല്ലാം കിട്ടിയിരിക്കുന്നത്. ഈ ലൈഫിൽ എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം സിനിമ തന്നതാണ്. അപ്പൊ ആ സിനിമയോട് 100% ഡെഡിക്കേറ്റ് ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു. അതിന്റെ പേരിൽ യാതൊരു കോംപ്രമൈസും തയ്യാറില്ല. സന്തോഷം. ഇനിയും എല്ലാവരും കാണും. ഫെബ്രുവരി 27-നാണ് ചേച്ചി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഫെബ്രുവരി 27 ചേച്ചി പ്രേക്ഷകരോടൊന്ന് പറയാനുള്ളത്. ഫെബ്രുവരി 27 ചേച്ചിയാ. ചേച്ചിക്ക് നല്ലൊരു കഥാപാത്രമാണ് ഇനിയും സിനിമയിൽ കിട്ടിയത്. കരിയർ ബ്രേക്ക് ആയിരിക്കും. അപ്പൊ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും ഞങ്ങളുടെ സിനിമ കാണണം, വിജയിപ്പിക്കണം. ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് മഴയത്തും വെയിലത്തും ഒക്കെ നിന്ന് രാത്രി നില പകലിൽ നിന്ന് ചെയ്തതാണ്. എല്ലാവരും ഒരുപോലെ സഹകരിച്ച് മുന്നോട്ട് പോയതാണ്. അപ്പം എല്ലാവരുടെയും നിങ്ങളുടെ പ്രേക്ഷകരുടെയും എല്ലാവരുടെയും മീഡിയക്കാരെ നിങ്ങളുടെ സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളാണ് എല്ലായിടത്തും എത്തിക്കുന്നത് അല്ലേ? നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. പിന്നെ ബാക്കി ജനങ്ങൾ ദൈവം തീരുമാനിക്കും. എന്നാൽ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് ഞങ്ങൾക്ക് ഉണ്ടെന്ന് ഉറപ്പാണ്. ബാക്കി പ്രേക്ഷകർ. ഗുരുവായൂരപ്പൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതെ, തീർച്ചയായിട്ടും. ഗുരുവായൂരപ്പൻ എല്ലാവരും ജയ് ഗുരുവായൂരപ്പ. ജയ് ഗുരുവായൂരപ്പ. അപ്പൊ നല്ലൊരു മാസമാണ് റംസാൻ മാസമാണ്, നോമ്പ് മാസമാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. കാരണം 27 പടം റിലീസാണ്, നോമ്പ് മാസം ആയതുകൊണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതും എല്ലാം തരണം ചെയ്തിട്ടാണ് ഇദ്ദേഹം പ്രൊഡ്യൂസർ പടം റിലീസ് ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയായി. ഞങ്ങൾ നോയമ്പ് കഴിഞ്ഞാലും പെരുന്നാളിന് പടം തിയേറ്ററിൽ വന്നിട്ട് നോയമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ടും പടം കാണാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആകാംക്ഷിക്കുന്നു. 26-ാം തീയതി പോയി മര്യാദയ്ക്ക് സിനിമ കണ്ടോ. തമാശകളൊക്കെ മാറും. ഞാൻ ഭയങ്കര സീരിയസാ. പുലിയാണ്.